നമസ്കാരം. മുൻ ബിഗ് ബോസ് താരവും അഭിനേത്രിയുമായ രേണു സുധിയുടെ അർബുദം മാറ്റത്തിനായുള്ള ചികിത്സകൾ ആരംഭിച്ചു കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് താരം ചികിത്സ തേടുന്നത്. കീമോ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ശരീരത്തിൽ പിക് ലൈൻ ഇട്ടതായി രേണു സുധി അറിയിച്ചിരുന്നു. ശരീരത്തിൽ പിക് ലൈൻ ഇട്ടതിന് നല്ല വേദനയുണ്ടെന്നും വീട്ടിൽ ഞാൻ തിരിച്ചെത്തിയെന്നും താരം പറഞ്ഞിരുന്നു. മുഖത്തൊക്കെ പാടുകൾ വന്നു തുടങ്ങി, ശരീരത്തിലുമുണ്ട്, ഭയങ്കര വേദനയുമുണ്ട്. വേദനയുമായി കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. ആ പാട്ട് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് പാടുകയാണ് എന്ന് പറഞ്ഞാണ് രേണുവിന്റെ പുതിയ വീഡിയോ ആരംഭിച്ചിരിക്കുന്നത്. പാട്ട് പാടിയ ശേഷം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും താരം പറയുന്നുണ്ട്. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിക് ലൈൻ ഇട്ടെടുത്ത് ചെറുതായി ബ്ലീഡിംഗ് ഉണ്ട്, വേദനയാണെന്നും രേണു സുധി പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും രേണുവിന് നൂതന ചികിത്സയാണ് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. രേണുവിന്റെ പുതിയ വീഡിയോ വൈറലായതിനു പിന്നാലെ എന്താണ് പിക് ലൈൻ എന്ന സംശയം പ്രേക്ഷകരിൽ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ രേണു സുധി ചികിത്സയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പിക് ലൈൻ എന്നതിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. കീമോയ്ക്കുള്ള നൂതനമായ ചികിത്സാ രീതിയാണ് ഇത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ആദ്യമായിട്ടാണത്രേ ഒരു രോഗിക്ക് കീമോ ചെയ്യുന്നതിന് തൊട്ടുമുൻപായി പിക് ലൈൻ ചികിത്സാ രീതി ലഭ്യമാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കീമോതെറാപ്പിയോ മറ്റു ചികിത്സകളോ നൽകാൻ ഒരു പിക്, അതായത് പെരിഫറൽ ഇൻസേർട്ട് ചെയ്ത സെൻട്രൽ കത്തീറ്റർ ലൈൻ ഉപയോഗിക്കുന്നു. പിക് ലൈൻ എന്നത് നീളമുള്ളതും നേർത്തതുമായ പൊള്ളയായതുമായ വഴക്കമുള്ളതുമായ ഒരു ചെറിയ ട്യൂബാണ്. ഒരു നേഴ്സോ ഡോക്ടറോ ഇത് കൈമുട്ടിന്റെ വളവിന് മുകളിലുള്ള കൈയുടെ വലിയ സിരകളിൽ ഒന്നിലേക്ക് തിരികെ വിടും. തുടർന്ന് അവ അത് സിരയിലൂടെ ത്രെഡ് ചെയ്യുകയും ചെയ്യും. അഗ്രം ഹൃദയത്തോട് തൊട്ടുമുകളിലുള്ള ഒരു വലിയ സിരയിൽ എത്തുന്നതുവരെ ഇത് ചെയ്യും. ചിലപ്പോൾ പിക് ലൈൻ 2 അല്ലെങ്കിൽ 3 നേർത്ത ട്യൂബുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ആയിരിക്കാം. ഇവ ശരീരത്തിനുള്ളിൽ ഒരു ട്യൂബായി ബന്ധിപ്പിച്ച് ശരീരത്തിന് പുറത്ത് 2 അല്ലെങ്കിൽ 3 വരികളായി ഭേദിച്ച് കിടക്കും. ഇത് ഒരേ സമയം വ്യത്യസ്തമായ ചികിത്സകൾ നടത്താൻ സഹായിക്കുന്നതാണ്. ഓരോ വരിയിലും സാധാരണയായി ഒരു പ്രത്യേക തൊപ്പി അല്ലെങ്കിൽ ബങ്ക് ഉപയോഗിച്ച് അടയ്ക്കുന്നതായിരിക്കും. ലൈൻ ഉപയോഗിക്കുമ്പോൾ അടച്ചു വെക്കുന്ന ഒരു ക്ലമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. കീമോതെറാപ്പി മരുന്നുകൾ, IV ദ്രാവകങ്ങൾ, ആന്റിബയോട്ടിക്കുകൾ, രക്തപരിശോധനകൾ എന്നിവയ്ക്കായി ഇത് ഉപയോഗിക്കാറുണ്ട്. പിക് ലൈൻ ആവർത്തിച്ച് സൂചി കുത്തേണ്ട ബുദ്ധിമുട്ട് കുറയ്ക്കും. കീമോ മരുന്നുകൾ ചെറിയ സിരകളെ കേടുവരുത്തുന്നത് ഒഴിവാക്കും. രക്തം എടുക്കുവാനും മരുന്ന് നൽകുവാനും എളുപ്പമായിരിക്കും ഇത്. ദീർഘകാല ചികിത്സയ്ക്കും അനുയോജ്യമാണ് ഈ രീതി. കീമോ ആരംഭിക്കുന്ന രോഗികൾക്ക് പിക് ലൈൻ എപ്പോഴും ചികിത്സ കൂടുതൽ സൗകര്യവും സുരക്ഷിതവും ആക്കാറുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ തനിക്കുള്ള വിശ്വാസം കൊണ്ടാണ് താൻ അവിടെ തന്നെ ചികിത്സ ആരംഭിച്ചത് എന്നാണ് രേണു സുധി പറയുന്നത്. നിരവധി പേരാണ് രേണുവിനെ ആശ്വസിപ്പിച്ചും പ്രാർത്ഥനകൾ നേർന്നും എത്തുന്നത്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. രേണുവിന്റെ പാട്ട് കേട്ട് സത്യത്തിൽ കണ്ണ് നിറഞ്ഞുപോയി. രേണു പോസിറ്റീവായി മാത്രം ചിന്തിക്കുക, എല്ലാം ശരിയാകും എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. യൂട്യൂബ് വ്ലോഗർ രേണു സുധിക്ക് ക്യാൻസർ ബാധിച്ചു എന്ന വാർത്ത കേരളീയർക്ക് വലിയൊരു ഞെട്ടലായിരുന്നു സമ്മാനിച്ചത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ താൻ വല്ലാതെ തളർന്നുപോയെന്നും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നുവെന്നും നടി പ്രിയങ്ക അനൂപ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. രേണുവിന്റെ ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ച രീതിയെക്കുറിച്ചും അതിനുശേഷം ഉയർന്നു വന്ന വിവാദങ്ങളെക്കുറിച്ചും പ്രിയങ്കയുടെ അഭിപ്രായങ്ങൾ വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. രേണുവിന്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ താൻ നേരിട്ട് സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രിയങ്ക വ്യക്തമാക്കുന്നുണ്ട്. അത്രമാത്രം ഷോക്കിലായിരുന്നു താനെന്നും താൻ ചികിത്സാ സഹായം തേടുന്ന രീതിയുമായി ബന്ധപ്പെട്ട് രേണു പങ്കുവച്ച ചില കാര്യങ്ങളോട് തനിക്ക് യോജിപ്പില്ലെന്നും പ്രിയങ്ക തുറന്നു പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വലിയ മനസ്സുകൾക്ക് ഉടമയാണ്. ആരെങ്കിലും ബുദ്ധിമുട്ടുകയോ രോഗബാധിതരാവുകയോ ചെയ്താൽ ജാതിമത ഭേദമന്യേ അവർക്കെല്ലാവർക്കും പിന്നിൽ അണിനിരക്കാറുണ്ട്. ചികിത്സയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിർബന്ധം പറയേണ്ട ആവശ്യം ഒന്നുമില്ല. ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും ആവശ്യമായ സഹായം ജനങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നും പ്രിയങ്ക അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാവരും കൂടെ ഉണ്ടാകും. ചെയ്യുന്ന സഹായമെല്ലാം ഞങ്ങളും ചെയ്യും. പ്രാർത്ഥനയുണ്ട്, അവർ വേഗം സുഖപ്പെട്ട് വരട്ടെ എന്നും പ്രിയങ്ക കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രിയങ്കയുടെ ഈ പ്രതികരണങ്ങൾ വന്നതോടെ സോഷ്യൽ മീഡിയ 2 തട്ടിലായി മാറിയിരിക്കുകയാണ്. വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. പ്രിയങ്കയുടെ അഭിപ്രായത്തോട് പലരും വിയോജിക്കുന്നുമുണ്ട്. എങ്കിലും മറ്റൊരു രീതിയിൽ കാണുന്നവരും ഉണ്ട്.
ചികിത്സയ്ക്ക് പണം കണ്ടെത്തുവാനായി എന്ത് മാർഗം സ്വീകരിക്കണം എന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്ന് അവർ വാദിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് തെറ്റായ ഒന്നല്ലെന്നും കഷ്ടപ്പാടിൽ ആരും മോശമായ വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ ആരുടെയും കാല് പിടിച്ചല്ല പണം ചോദിക്കുന്നത്. അതിനാൽ തന്നെ അവരെ വെറുതെ വിടുക എന്നുമാണ് ചിലരെല്ലാം പറയുന്നത്. രോഗിയായ ഒരു സ്ത്രീക്ക് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ അവർ അത് ചെയ്യട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ്. ഇത് അവരുടെ ഉപജീവന മാർഗമോ മാനസിക സന്തോഷമോ ആകാം. വീഡിയോ ചെയ്യുന്നതിനെ വിമർശിക്കേണ്ട കാര്യമില്ലെന്നും സഹായം ലഭിക്കണമെന്ന് ഉറപ്പാണെങ്കിൽ അത് ആവശ്യപ്പെടുന്ന രീതിയെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും അവർ കരുതുന്നുണ്ട്. മറുഭാഗത്ത് പ്രിയങ്കയെ അനുകൂലിച്ചുകൊണ്ട് കടുത്ത വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ചികിത്സയ്ക്ക് പണം ആവശ്യമായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ട കാര്യമൊന്നുമില്ലെന്നും ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളെ കൂടുതൽ നെഗറ്റീവ് കമന്റുകൾക്ക് പാത്രമാക്കുമെന്നും ഉള്ളതായിരുന്നു നെഗറ്റീവ് കമന്റുകൾ ഏറെയും. മാന്യമായ മറ്റൊരു ജോലി അന്വേഷിച്ചുകൂടായിരുന്നോ എന്നും ചോദ്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഈ രീതികൾ ഒഴിവാക്കണമായിരുന്നുവെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. കേരളീയർ എപ്പോഴും സഹായിക്കാൻ തയ്യാറാണെന്നും പണ്ട് എന്ത് സംഭവിച്ചു എന്നത് നോക്കാതെ അവർ രേണുവിനെ സഹായിക്കാൻ മുന്നോട്ടിറങ്ങുമെന്നും ഉറപ്പാണെന്നും അവർ പറയുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, രേണുസുതി എന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചാലും രോഗാവസ്ഥയിൽ അവർക്ക് വേണ്ട സഹായം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നിലുണ്ടാകും. ചർച്ചകളും വിവാദങ്ങളും എന്തു തന്നെയായാലും ഒരു സഹജീവിയുടെ അസുഖബാധിതയെ കഴിയുമ്പോൾ തർക്കങ്ങൾക്കു അപ്പുറം മാനസികവും സാമ്പത്തികവുമായ പിന്തുണ നൽകാനാണ് ഭൂരിഭാഗം പേരും നിൽക്കുന്നത്. വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ മാനസികാവസ്ഥയെയും മാനിച്ച് നല്ല വാക്കുകൾ കൊണ്ട് പിന്തുണ നൽകുന്നതാണ് ഏറ്റവും വലിയ സഹായം. രേണുസുതിക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിനിടയിലും പലരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷമഘട്ടത്തിലും രേണുവിനൊപ്പം കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കാണാനില്ല എന്നതാണ് ആ കാര്യം. കഴിഞ്ഞ കുറച്ചു നാളുകളായി രേണുവും കിച്ചുവും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അസുഖവിവരം അറിഞ്ഞിട്ടും കിച്ചു ഇതുവരെയും സോഷ്യൽ മീഡിയയിലൂടെ രേണുവിനെ കുറിച്ച് ഒന്നും പങ്കുവച്ചിട്ടില്ല. രേണു തന്നെ ഈ അടുത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ തനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും കിച്ചു തന്നെ വിളിക്കുകയോ വിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വേദനയോടെ പറഞ്ഞിരുന്നു. സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ കാണുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മകൻ കൂടെ ഉണ്ടാകുക എന്നത് ഏതൊരു അമ്മയുടെയും ആഗ്രഹമായിരിക്കും. അതിനാൽ തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് ഈ വിഷമഘട്ടത്തിൽ കിച്ചു രേണുവിന് താങ്ങും തണലുമായി കൂടെ ഉണ്ടാകണം എന്നാണ് ഭൂരിഭാഗം പേരുടെയും ആഗ്രഹം. അമ്മയും മകനും തമ്മിലുള്ള പിണക്കം മാറി അവർ ഒന്നിച്ചു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് രേണുവിന്റെ ആരാധകർ ഏറെയും. ഈ അസുഖകാലത്ത് രേണുവിന് ഏറ്റവും കൂടുതൽ ആവശ്യം കുടുംബത്തിന്റെ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ കിച്ചു ഉടൻ തന്നെ രേണുവിനെ ചേർത്ത് പിടിക്കണമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. കിച്ചു എന്നെ വിളിച്ചിട്ടില്ല, അന്നത്തെ സംഭവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാനും വിളിച്ചിട്ടില്ല. ഋതപ്പനെ ഔട്ടിങ്ങിന് കൊണ്ടുപോകണമെന്ന് ചോദിച്ചായിരുന്നു അവസാനം വിളിച്ചത്. സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കാൻ പോലും സുധിചേട്ടന്റെ വീട്ടുകാരും വിളിച്ചിട്ടില്ല എന്നായിരുന്നു രേണുസുതി ഒരിക്കൽ പറഞ്ഞത്. അമ്മ എന്നാണ് രേണുവിനെ കിച്ചു വിളിക്കാറുള്ളത്. ജന്മം നൽകിയ അമ്മ മരിച്ച ശേഷം കിച്ചുവിന്റെ ജീവിതത്തിലേക്ക് വന്ന അമ്മയാണ് രേണു. എന്നിരുന്നാലും ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. താൻ കുട്ടിക്കാലത്ത് രേണുവിൽ നിന്നും രേണുവിന്റെ വീട്ടുകാരിൽ നിന്നും നേരിട്ട അവഗണനകളെ കുറിച്ച് ഈ അടുത്തിടെ കിച്ചു തുറന്ന് സംസാരിക്കുകയുണ്ടായി. ഇതാണ് ഇരുവർക്കുമിടയിൽ അകൽച്ചയുണ്ടാക്കാൻ കാരണമായത്. എന്നാൽ കിച്ചുവിനെ കുറിച്ച് ഇതുവരെയും നല്ലത് മാത്രമായിരുന്നു രേണു മീഡിയകൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് രേണുവിന്റെ അവസ്ഥയിൽ ഒപ്പം നിൽക്കുന്നത് മാതാപിതാക്കളും സഹോദരിയും മാത്രമാണ്. തളർന്നു പോകാതെ മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുകയാണ് രേണുസുതി. രോഗവിവരം സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ കാരണം കീമോ ചെയ്യുമ്പോൾ എന്റെ മുടി പോകും, അപ്പോൾ നിങ്ങളോട് പറയേണ്ട അവസ്ഥ വരും എന്നതുകൊണ്ടാണെന്നും രേണുസുതി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമമാണെന്ന് എനിക്കറിയാം. മുന്നോട്ട് പോയല്ലേ പറ്റുകയുള്ളൂ. അസുഖവിവരം പുറത്തായപ്പോഴും സമ്മതിക്കാതിരുന്നത് ഞാൻ പറഞ്ഞു വേണം അറിയാൻ എന്നതുകൊണ്ടാണ്. അല്ലാതെ എന്നെ നെഗറ്റീവ് പറയുന്ന വ്ലോഗർ പറഞ്ഞല്ല എന്റെ പ്രേക്ഷകർ അറിയേണ്ടത്. എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും മാതൃകയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും രേണുസുതി പറയുന്നുണ്ട്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, അസുഖം വരുന്നത് തളർന്നു പോകരുത്, മുന്നോട്ട് പോകണമെന്നും രേണുസുതി പറയുന്നുണ്ട്.